നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ ബി.ജെ.പിയിലേക്ക് ആകർഷിച്ചതെന്ന് മധു മുല്ലശ്ശേരി. തനിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇനി മുതൽ ദേശീയതയിൽ അടിയുറച്ച് പ്രവർത്തിക്കുമെന്നും മധു മുല്ലശ്ശേരി വ്യക്തമാക്കി. ബി.ജെ.പി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ വിഭാഗീയ പാർട്ടിയിൽ നിന്നും പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുകയും തുടർന്ന് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കാൻ പോകുന്ന മധു മുല്ലശ്ശേരി മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു CPM-ന്റെ. ആ മധു മുല്ലശ്ശേരി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ വി മുരളീധരൻ അടക്കമുള്ളവർ അങ്ങയെ കണ്ടു, സന്ദർശിച്ചു. അങ്ങ് ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നാളെയാണ് അംഗത്വം സ്വീകരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ നിന്ന്. എന്ത് തോന്നുന്നു ഈ നിമിഷം? വലിയ സന്തോഷം തോന്നുന്നു. നമ്മൾ ഇത്രയും നാൾ നിന്ന പ്രസ്ഥാനത്തിൽ നിന്നും മാറി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ബി ജോയിയുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ്, അല്ലെങ്കിൽ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ജോയി എന്നോട് കാണിച്ച അവഗണന, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ദേശീയ പാർട്ടിയായ ബി.ജെ.പിയിൽ അംഗത്വമെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം വി ജോയി അടക്കമുള്ളവർ പറഞ്ഞത് അങ്ങയോടൊപ്പം അങ്ങയുടെ മകൻ പോലും ഉണ്ടാകില്ലെന്നാണ്. എന്നാൽ അങ്ങ് അമ്മയുടെ സാന്നിധ്യത്തിലാണ് അങ്ങയെ ഷാളണിയിച്ച് സുരേഷ് ഗോപി സ്വീകരിച്ചത് ബി.ജെ.പിയിലേക്ക്. അല്ല, അവരത് അങ്ങനെയല്ലേ പറയാനായിട്ട് കഴിയുള്ളൂ. അവർക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല, ആരും കാണില്ല. അവർ മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ CPM അല്ല ഇന്നുള്ളത്. CPM ഒരുപാട് മാറിയിരിക്കുന്നു. അതാണ് അടുത്ത കാലത്തായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ട മാറ്റം. CPM-ന്റെ വോട്ടുകളാണ് ബി.ജെ.പിക്ക് കിട്ടിയത്. അപ്പോൾ ബി.ജെ.പിയെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് ആണ് എന്നെയും ഈ ആശയങ്ങളിലോട്ട് കടന്നു വരുന്നതിന് വേണ്ടി. ഇവിടെ വേറെ ദേശീയ പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ടല്ലോ, വേറെ പാർട്ടികളുണ്ടല്ലോ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായി നാട്ടിന് ജനപ്രകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അഖിലേന്ത്യാ തലത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ഇന്ന് കേന്ദ്രം കൈയാളുന്നൊരു പാർട്ടിയാണ്. അതിനെല്ലാം അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നാളെ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് CPM-ന്റെ ഭാഗത്തുനിന്ന് ആ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അറിയാം, അങ്ങക്കെതിരായിട്ട് സാമ്പത്തിക ക്രമക്കേടായാലും ശരി, മറ്റ് ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളോടെല്ലാം അങ്ങേക്ക് പറയാൻ എന്താ ഉള്ളത്? ഞാൻ ആ ആരോപണങ്ങൾ തള്ളിക്കളയാണ്. പുച്ഛമാണ് എനിക്ക് ആരോപണങ്ങളോട്. ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് വരെ ഈ ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവർ പറയുന്ന അഴിമതി ഒന്ന് അവർ തെളിയിക്കണ്ടേ. എന്ത് അഴിമതിയാണ്? അഴിമതി നടത്തി ജീവിക്കേണ്ട സാഹചര്യം ഇന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. 1 രൂപ പാർട്ടിയിൽ നിന്ന് അലവൻസ് എടുക്കുകയോ ചായ കുടിക്കാനൊരു പൈസ എടുക്കുകയോ ചെയ്യാതെയാണ് ഞാൻ ഇന്ന് 6 കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്. ഈ പറയുന്നവർ കണക്ക് നോക്കിയാൽ എനിക്ക് പൈസ ഇങ്ങോട്ട് തരണം. ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് അലവൻസ് എടുക്കാനുള്ള സംഘടനാ രീതിയുണ്ട്. പക്ഷേ ഈ 6 വർഷത്തിനിടയ്ക്ക് 10 രൂപ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനുള്ള പൈസ ഞാൻ CPM-ൽ നിന്ന് എടുത്തിട്ടില്ല. ഈ പറയുന്നവർ എനിക്ക് പൈസ ഇങ്ങോട്ട് തരും. അല്ലെങ്കിൽ തന്നെ ഈ ആരോപണം വന്നത് ഇന്നലെ മുതലല്ലേ വന്നുള്ളൂ, നേരത്തെ വന്നില്ലല്ലോ. CPM-ന്റെ ഏരിയ സമ്മേളനം നടന്നല്ലോ. 10 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് 20 പേര് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. ഒരാൾ എനിക്കെതിരായിട്ട് പറഞ്ഞില്ലല്ലോ. അവരത് പറയണ്ടേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നുള്ള ആരോപണം ഉണ്ടോ ഇല്ലയെന്ന്? അപ്പോൾ അത്തരത്തിലൊന്നും ഇല്ലാതെ വെറുതെ ദുരാരോപണങ്ങൾ, കള്ളത്തരങ്ങൾ പറയുകയാണ് CPM-ന്റെ. ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭീഷണിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആ ഭീഷണിയൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്. CPM-ന്റെ ഭീഷണിയൊക്കെ നേരിടുന്നതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റിയ ഒരാളല്ല ഞാൻ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടൊപ്പം അടക്കം വലിയ ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ഈ മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അങ്ങയുടെ പ്രവർത്തനം, അങ്ങ് ബി.ജെ.പിയിലേക്ക് വരികയാണ്. അങ്ങയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? വലിയ മാറ്റമുണ്ടാവും. ചെറിയൻകീഴ് മണ്ഡലത്തിൽ, അത് നെടുമങ്ങാട് മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, പൊതുവേ മുഴുവൻ സ്ഥലങ്ങളിലും എനിക്ക് ജനങ്ങളുമായി ബന്ധമുണ്ട്, നമ്മളെ ബന്ധുക്കളുണ്ട്, മറ്റുള്ള അനുഭാവികളുണ്ട്. എൻ്റെ വരവ് CPM-ന് വലിയ നഷ്ടമായി വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ബി.ജെ.പിക്ക് അത് ഗുണമായി വരികയുള്ളൂ. ദേശീയതയോട് അടിയുറച്ച് നിൽക്കുകയാണ്. ദേശീയത അടിയുറച്ച് നിൽക്കുകയാണ്.
തീർച്ചയായും ദേശീയതയോട് അടിയുറച്ചാണ് ഇനി നിൽക്കുന്നത്. കൂടുതൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഈ മണ്ഡലത്തിൽ BJP-യെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ രൂക്ഷമായ ഭാഷയിൽ CPM-നെതിരെയും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെയും വിമർശനങ്ങളും അഴിച്ചുവിടുകയാണ് മധു മുല്ലശ്ശേരി. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.